നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഈ തടിയും വെച്ച് എന്റെ ഫ്രണ്ട്സുള്ള എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് എന്റെ കൂടെ നടക്കരുത്. നമുക്ക് ഞാൻ ഭയങ്കര ക്രൂരനായിട്ട് തോന്നണ്ട. എന്റെ അവസാനത്തെ വഴിയാണ് അവന്റെ ഒരു ബോഡി ഷേമിങ്. ഈ ഒരു ഒറ്റ കാരണം എന്തോരം പേരാണ് നശിച്ചോണ്ടിരിക്കാൻ നിങ്ങൾക്ക് അറിയോ? പണ്ടൊക്കെ ബോഡി ഷേമിങ് ചെയ്യണോണ്ട് തന്നെ ആൾക്കാർ ബോഡിനെ പറ്റി കെയർ ചെയ്ത് ഹെൽത്തി ആവാൻ നോക്കാറുണ്ട്. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടിയിട്ട് ആൾക്കാർ മരിച്ചോണ്ടിരിക്കുന്നതിന് കാരണം ഈ ബോഡി ഷേമിങ് കുറഞ്ഞുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ബോഡി ശ്രദ്ധിക്കാത്ത കാരണം എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നതെന്ന് അറിയോ? ഇത് മാറ്റാൻ ദീത്തപാറ്റ ഹെൽപ്പ് ചെയ്യും. താഴെ എസ് എന്ന് കമന്റ് അടിച്ചാൽ മാത്രം മതി. ഇയാൾക്ക് ശരിക്കും ബുദ്ധിയില്ലാത്തതാണോ അതോ ജിമ്മിലെ ഡമ്പലോ എല്ലാം തലേ വീണതാണോ? അപ്പൊ ഇയാൾ പറയുന്നത് ബോഡി ഷേമിങ് ചെയ്താൽ ആളുകൾ ഹെൽത്തി ആകും എന്നായിരിക്കും അല്ലേ? നീ ഇപ്പൊ പറഞ്ഞത് മോട്ടിവേഷൻ അല്ല, പക്ക അബ്യൂസാണ്. പല ആൾക്കാരും റേസിസം അനുഭവിക്കുന്നത് എന്തിനാണ്? അത് വൈറ്റനിങ് ക്രീം ഉപയോഗിക്കാൻ വേണ്ടി. ആൾക്കാർ കളറിസം കാരണം അപമാനിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് ഫെയർനെസ് ക്ലിനിക്കിൽ പോകാൻ വേണ്ടി. ഇവിടെയുള്ള ആൾക്കാർ റേപ്പ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? സ്ത്രീകൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി. ഇവന്റെ ലോജിക്ക് അനുസരിച്ച് ഇവൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ മോട്ടിവേഷന്റെ അർത്ഥം അറിയാൻ പാടില്ലാത്തോണ്ടായിരിക്കാം. ഫോർ യുവർ നോളജ്, ബോഡി ഷേമിംഗ് നെവർ മെയ്ഡ് എനിവൺ ഹെൽത്തി. ഇറ്റ് ഓൺലി മെയ്ഡ് പീപ്പിൾ ആങ്ഷ്യസ്, ഇൻസെക്യൂർ, ഡിപ്രസ്ഡ് ആൻഡ് ഈവൻ സൂയിസൈഡൽ. നീ പറയുന്നത് നിനക്ക് അവളുടെ തടിയാണ് നാണക്കേടാകുന്നത്. പക്ഷെ അവളുടെ യഥാർത്ഥ നാണക്കേട് എന്താണെന്നറിയാവോ? നിന്നെപ്പോലൊരു ഫേക്ക് ആൽഫ ബോയ് ഫ്രണ്ട് ഉള്ളതാണ് അവളുടെ ഏറ്റവും വലിയ നാണക്കേട്. ലവ്, റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട്, ഇതൊക്കെയാണ് റിയൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇതുപോലെയുള്ള വെർബൽ അബ്യൂസ് അല്ല മോട്ടിവേഷൻ. ഇയാൾ വലിയ ഹെൽത്ത് ഫ്രീക്ക് ആണെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്നൊരു സാധനം കൂടി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യു ആർ നോട്ട് ഫിക്സിങ് ദ പ്രോബ്ലം, യു ആർ ദ പ്രോബ്ലം. ഇയാളുടെ മസിലെല്ലാം കാണാൻ നല്ല സ്ട്രോങ് ആണ്, ബട്ട് യുവർ മൈൻഡ് ഈസ് വെരി വീക്ക്. ഇത്രേ ഇതിൽ പറയാനുള്ളൂ.